ഇന്ന് നമ്മൾ പോകുന്നത് ഡാർജിലിംഗിലെ ഹിമാലയൻ സൂ പാർക്ക് പത്മജ നായിഡുവിൻ്റെ ഹിമാലയൻ സൂ പാർക്കിലേക്കാണ്. ഓരോരുത്തർക്കും 120 രൂപ വീതം ടിക്കറ്റ് എടുത്തു. അതിനുശേഷം ഇറക്കവും കയറ്റവും നിറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ കയറി തുടങ്ങി. പലതരത്തിലുള്ള മൃഗങ്ങളെ കൂട്ടിലടച്ചും നെറ്റിട്ട് മൂടിയും കമ്പി വലയ്ക്ക് ഉള്ളിലും ഇട്ടിരിക്കുന്നത് കണ്ട് ഞാൻ ഓർത്തു, ചുമ്മാതല്ല ഈ മൃഗങ്ങളെല്ലാം വെളിയിൽ വരുമ്പോൾ അപകടകാരികളാകുന്നത്. നമ്മളെയാണ് ഇങ്ങനെ കുറച്ചുനാൾ തടവിലാക്കപ്പെട്ടാൽ നമ്മളും മാനസികമായി തളർന്നു പോകില്ലേ? അതുപോലെ തന്നെയാണ് ഈ മൃഗങ്ങളും. എന്നാലും കാണികൾക്ക് കാണാനുള്ള സൗകര്യത്തിൽ അവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പുലിയെയും അടുത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്ന ജീവനില്ലാത്ത മൃഗങ്ങളെയും പിന്നെ പലതരം പക്ഷികളും കിളികളും എല്ലാം കൗതുകകരമായ കാഴ്ചയായിരുന്നു. എല്ലാം കയറ്റവും ഇറക്കവും നിറഞ്ഞ വഴികളാണ്. ഡാർജിലിംഗിലെ പ്രത്യേകതയും അതുതന്നെയാണ്. കയറ്റവും ഇറക്കവും മനുഷ്യരുടെ ജീവിതം പോലെ തന്നെയാണ് അവിടുത്തെ റോഡുകളും. ദേ കണ്ടില്ലേ, വെള്ള കളറിലുള്ള വരയൻ പുലിയും. എന്തൊക്കെയോ പേരുകൾ ഓരോരുത്തരും പറയുന്നുണ്ട്, അവിടെ എഴുതി വച്ചിട്ടുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന പാറാവുകാരനെ പോലെ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തായി വേറെ ഒരു തരത്തിലുള്ള പുലി. എനിക്കിതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, അവിടെ എഴുതി വച്ചിട്ടുണ്ട്. വീഡിയോയൊന്നും എടുക്കാനുള്ള സമയം ഇല്ലായിരുന്നു, എങ്കിലും ഞാൻ ഒരുവിധം ഓടിച്ചൊന്നെടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. 1 മണിക്കൂറാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 1 മണിക്കൂറിനുള്ളിൽ കണ്ട കാര്യങ്ങൾ ഇവിടെ പകർത്തുക അസാധ്യമായതുകൊണ്ട് തൽക്കാലം വിടാം.